മിയർ മണി വെറും പണം കിട്ടിയത് കൊണ്ട് ഒരാൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണ മോട്ടീവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു വാല്യൂവിൽ ഡെഫിനറ്റ്ലി മണി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വാല്യൂ ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ കാലം മോട്ടീവായിട്ട് വർക്ക് ചെയ്യൂ. ഹെൽത്തും എഡ്യൂക്കേഷനുമാണ് മനുഷ്യകുലത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നതും വളർത്തി കൊണ്ടുപോകുന്നതും ആയ സംഗതി. ബയോളജിക്കൽ ആനിമലിൽ നിന്ന് ഒരു മോർ വാല്യൂ ഉള്ള വ്യക്തിയായി മാറ്റിയെടുക്കുന്നത് എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷനിൽ നമുക്ക് വെറും കച്ചവട താല്പര്യം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അല്ല എഡ്യൂക്കേഷൻ. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും ഇത്. എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹെൽത്ത്, ഫുഡ് ബിസിനസ്, റെസ്റ്റോറൻറ്റ് ബിസിനസ്. ഇതൊരു ബിസിനസ്സിലപ്പുറം ഇതിനൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? ബിസിനസ്സിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് ഒരുപാട് വാല്യൂസാണ്, വാല്യൂ പോയിന്റുകളാണ്. അതൊക്കെ പർപ്പസ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ് പർപ്പസ് കൊടുക്കുമ്പോഴാണ് ഒരാൾ ബിസിനസ്സിൽ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നത്. സ്വാഭാവികമായിട്ടും അതിന് അയാളെ മുന്നോട്ട് നയിക്കാൻ ചില കാരണങ്ങൾ വേണം, മോട്ടീവ്സ് വേണം. ഈ മോട്ടീവ്സ് ഉണ്ടെങ്കിലാണ്, നമ്മൾ പറയുമല്ലോ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ മണിയും വാല്യൂ അല്ല. എന്നാൽ വാല്യൂവിൽ മണി ഇല്ലാതൊരു വാല്യൂ നിർണ്ണയിക്കാൻ പറ്റില്ല ഒരു ബിസിനസ്സിലോ, അല്ലെങ്കിൽ പക്ഷേ എല്ലാ മണിയും വാല്യൂ അല്ല. അപ്പം മിയർ മണി വെറും പണം കിട്ടിയത് കൊണ്ട് ഒരാൾക്ക് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണ മോട്ടീവ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പം കുറേ പണം കിട്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് എന്തെല്ലാം രീതിയിൽ പണം ഉണ്ടാക്കാം, അഴിമതി നടത്തി പണം ഉണ്ടാക്കുന്നത്, അതൊരു വാല്യൂ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും രീതിയിൽ. പക്ഷേ ഒരു വാല്യൂവിൽ ഡെഫിനറ്റ്ലി മണി ഉണ്ടാവും. അപ്പോൾ നമുക്ക് വാല്യൂ ആണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ കൂടുതൽ കാലം കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് മൂവ് ചെയ്യാനും കൂടുതൽ ഏരിയയിലേക്ക് അത് എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ, ഒരു മോട്ടീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അതിൽ ഹെൽത്തും എഡ്യൂക്കേഷനും വേറെ തന്നെ സംഭവമാണ്. ഹെൽത്തും എഡ്യൂക്കേഷനുമാണ് മനുഷ്യകുലത്തിനെ നിലനിർത്തി കൊണ്ടുപോകുന്നതും വളർത്തി കൊണ്ടുപോകുന്നതും ആയ സംഗതി. അതാണ് ഒരു സൊസൈറ്റിയെ നിർണ്ണയിക്കുന്നത്. ഒരു സൊസൈറ്റിയിൽ ഉദാഹരണത്തിന് നമ്മൾ പറയുമല്ലോ, ഒരു 10-15 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് കേരളത്തിലെ വീടുകളിലെ അവസ്ഥ എന്ന് പറയുന്നത്, അത്യാവശ്യം ഇപ്പോൾ ഗൾഫൊന്ന് ഇത്രയും റിച്ചായി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു 30 years ബാക്കിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കണ്ട സിനിമകളിലൊക്കെ പിന്നെ ഒരു പ്രവാസി റിച്ചാവുന്നതിന് മുമ്പത്തെ ഒരു പ്രവാസിയുണ്ട്. ആ പ്രവാസി ആ സമയത്ത് തീരുമാനിക്കുകയാണ് വീട്ടിൽ പട്ടിണിയാണെങ്കിലും കുട്ടികളെ പഠിപ്പിക്കണം. അതേസമയം നോർത്ത് ഇന്ത്യയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ജസ്റ്റ് ഒരു ജോലിക്ക് പോകാൻ പറ്റുന്ന അവസ്ഥ എത്തുമ്പോൾ ഇവർ കുട്ടികളെ ഇഷ്ടികക്കളങ്ങളിലോ മറ്റോ പണിയെടുക്കാൻ വേണ്ടി വിടുന്നു. അപ്പോൾ ഈ ഒരു പർപ്പസ് അവിടെ വന്നു. രക്ഷിതാക്കൾക്ക് ഒരു അവരുടെ ഒരു ഉൾപ്രേരണ മാറി. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഉള്ളൊരു സൊസൈറ്റി ഇവിടെ ബിൽഡാവുന്നത്. അപ്പോൾ ഇത് എഡ്യൂക്കേഷനാണ് ഇതിൻ്റെ. അപ്പോൾ എഡ്യൂക്കേഷൻ ഒരു സൊസൈറ്റിയെ മാറ്റുന്നുണ്ട്. അവരടുത്തൊരു സ്റ്റേജിലേക്ക് അവരുടെ വേൾഡിനെ വലുതാക്കുന്നുണ്ട്. അവരുടെ മുമ്പിലെ പല തടസ്സങ്ങളെയും തടസ്സമല്ലാതാക്കുന്നുണ്ട്. അവരുടെ ഒരു പേഴ്സൺ തന്നെ 2, 3, 5 പേഴ്സണായി മാറുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഒരാളെ എനാബിൾ ചെയ്യുന്നത് എന്താ? നിങ്ങൾ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ, നിങ്ങൾ സോഷ്യൽ എഡ്യൂക്കേറ്റഡ് ആണ്, നിങ്ങൾ മാത്സിൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നിങ്ങൾ 2, 3 വ്യക്തിയായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഭാഷയെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ 3 ഭാഷ പഠിച്ചാൽ നിങ്ങൾ 3 വ്യക്തികളായി മാറുകയാണ്. ഇപ്പോൾ ഗൾഫിലൊക്കെ പിന്നെ ഉയർന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കുറിച്ചൊക്കെ നമുക്കറിയാൻ പറ്റും. അവരൊക്കെ ഒരു വ്യക്തിയല്ല. അവർക്ക് ചിലപ്പോൾ 3 ലക്ഷം ദിർഹംസ് സാലറി ഉണ്ടെങ്കിൽ ശരിക്കും അവർ 3 വ്യക്തിക്ക് കൊടുക്കുന്ന സാലറിയൊക്കെ കൊടുക്കാൻ പറ്റുമെന്ന് അവരവരുടെ സ്കില്ല് കൊണ്ട് അവരെ കൺവിൻസ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഒരു ബയോളജിക്കൽ ആനിമലിൽ നിന്ന് ഒരു മോർ വാല്യൂ ഉള്ള വ്യക്തിയായി മാറാൻ ഒരു സംവിധാനത്തിനെ, ഒരു സൊസൈറ്റിയെ മൊത്തത്തിൽ മാറ്റിയെടുക്കുന്നത് എഡ്യൂക്കേഷനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷനിൽ നമുക്ക് വെറും കച്ചവട താല്പര്യം കൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് അല്ല എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളൊക്കെ അവരുടെയൊക്കെ ഫിലാൻത്രോപ്പി ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ കാരണം എന്താ? അവരവിടുന്ന് ലാഭം എടുത്തിട്ട് ബാലൻസ് ഷീറ്റിൽ എടുക്കാനോ അല്ലെങ്കിൽ അത് ടേക്ക് അവേ എടുക്കാനോ അല്ല പ്ലാൻ ചെയ്യുന്നത്. റീഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ഫണ്ടും തിരിച്ചതിലേക്ക് ഇട്ടിട്ട്, അത് നമ്മളിപ്പോൾ കോഴിക്കോട് നോക്കിയാലും കേരളത്തിലുടനീളം നോക്കിയാലും ഇന്ത്യ ഉടനീളം, ഇപ്പോൾ അസീം പ്രേംജിയെ കുറിച്ച് നമുക്കറിയാം, അതല്ലെങ്കിൽ അതുപോലത്തെ ട്രസ്റ്റുകളെ കുറിച്ച് നമുക്കറിയാം, ടാറ്റ ട്രസ്റ്റിനെ കുറിച്ച് നമുക്കറിയാം. ഇപ്പോൾ ടാറ്റയൊക്കെ അവരുടെ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ IIT ഒക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നുണ്ട് സോഷ്യൽ സയൻസിൽ. കാരണം സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. അപ്പോൾ ആ ഒരു മോട്ടിവേഷൻ വരുമ്പോൾ അങ്ങനെ വരുന്നവർക്ക് പറ്റുന്നൊരു ലോകമാണ് എഡ്യൂക്കേഷൻ. നേരെ മറിച്ച് ഒരു വെറും കച്ചവടം മണി മോട്ടീവുള്ള ഒരാൾ
വാല്യൂ മോട്ടീവ് ഉള്ള അല്ലാത്തവർ കൂടുതൽ എഡ്യൂക്കേഷനിലേക്ക് കടന്നു വന്നാലുള്ള പ്രശ്നം എഡ്യൂക്കേഷൻ അത് സ്വാഭാവികമായിട്ടും ഇതുവരിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. കാരണം ആ സൊസൈറ്റിയെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെയുള്ള നിയമപ്രകാരം എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് സൊസൈറ്റിയോ അല്ലെങ്കിൽ ട്രസ്റ്റോ അതുപോലത്തെ ആളുകൾക്കായിരുന്നു ഉയർന്ന സ്ഥാപനങ്ങളൊക്കെ നടത്താനുള്ള പെർമിഷനൊക്കെ കൊടുത്തിരുന്നത്. പക്ഷേ അതിപ്പം കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ പർപ്പസിൻ്റെ ക്ലാരിറ്റിയെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ വരുന്നത് ഇപ്പോൾ നമ്മൾ പറയുമല്ലോ, ഇപ്പം വെറും പണം മാത്രം ആഗ്രഹിച്ച ഒരാൾ ഹെൽത്തിന് വന്നു കഴിഞ്ഞാൽ അവർക്കിപ്പം വെറും പ്രൊഡക്റ്റായി മാറും. ഒരു ഹ്യൂമൻ ടച്ച് ഇല്ലാതെ ഒരു ഡോക്ടർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഭയങ്കരമായിട്ടുള്ള ഒരു എമർജൻസി സൊസൈറ്റിയിൽ സൃഷ്ടിക്കും. അവരുടെ മോട്ടിവേഷനൊക്കെ മാറിപ്പോവില്ലേ? അപ്പോൾ പക്ഷേ പുതിയ തലമുറ അതിൽ കുറച്ചുകൂടി കൺസേൺഡ് ആണ്. എല്ലാവരും അതിനെക്കുറിച്ച് നല്ലൊരു രീതിയിലാണ് പോകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷനും ഹെൽത്തും മോർ ദാൻ മണി വാല്യൂയിലേക്ക് പോയിൻ്റ് ചെയ്തിട്ട് പോകണം. എന്നാൽ തീർച്ചയായും ആ സെക്ടറിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ റീഇൻവെസ്റ്റ്മെൻറ്റ് വരുള്ളൂ. പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൂടുതൽ വരുള്ളൂ. അങ്ങനെ ആകുമ്പോഴേ നമ്മൾ എക്കോസിസ്റ്റം എനാബിൾ ആവുള്ളൂ. എക്കോസിസ്റ്റം എനാബിൾ ആയാൽ മാത്രമേ അവിടേക്ക് നമുക്ക് ഉദാഹരണത്തിന് യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ കോഴ്സ് അതേ നിലവാരത്തിൽ ഇവിടുന്ന് നമുക്ക് ഹൈബ്രിഡായി പഠിക്കാനുള്ള സാഹചര്യം വരണമെങ്കിൽ അങ്ങനെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അതിന്ന് പ്രോഫിറ്റ് കിട്ടണ്ടേ? ആ പ്രോഫിറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ പ്രോഫിറ്റ് മാത്രമാവരുത് അതിൻ്റെ മോട്ടിവേഷൻ. ഇതാണ് ഇതിൻ്റെ ഒരു സ്ട്രാറ്റജിക് പോയിന്റ്.